പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഏത് മസാലയ്ക്കൊപ്പവും അടിപൊളി ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ബീഫോ ചിക്കനോ മട്ടനോ അങ്ങനെ ഏതും ആയിക്കോട്ടെ, എല്ലാ മസാലയ്ക്കൊപ്പവും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസ് റെസിപ്പിയാണ് കേട്ടോ ഇത്. ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കൂടിയിട്ടുള്ള ഈ റൈസിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിതൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കിയെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടൊന്ന് ആദ്യം വറുത്തെടുക്കാം. ഇത് കരിഞ്ഞു പോവാതൊന്ന് വറുത്ത് കോരി മാറ്റിയതിന് ശേഷം ആ ഒരു ഓയിലിലേക്ക് തന്നെ നമുക്ക് കുറച്ച് വലിയ ഉള്ളി ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനൊരു 2 വലിയ ഉള്ളി നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞതാണിത്. അത് നമുക്കൊന്ന് വറുത്തെടുത്ത് കോരി മാറ്റാം. മീഡിയം തീയിൽ വെച്ച് കരിഞ്ഞു പോവാത്ത വിധത്തിൽ ഇതുപോലൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം. ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒട്ടും കരിഞ്ഞു പോകരുത് കേട്ടോ. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ചോറിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഉള്ളി ഇതാ നല്ലപോലെ തന്നെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി ബാക്കി വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കുറച്ച് വലിയ ജീരകം, ഷാജീരകം, അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പ്, ഏലക്കായ ഇതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. ശേഷം നമുക്കിതിലേക്ക് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വഴറ്റി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു ക്യാരറ്റ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഒന്ന് വാടി വന്ന് കഴിയുമ്പോൾ 2 പച്ചമുളക് കട്ട് ചെയ്തതും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞുകൂടെ കൊടുക്കുന്നുണ്ട്. ഇനി ബിരിയാണിയുടെ ആ ഒരു നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 2 ഡ്രോപ്സോളം ബിരിയാണി എസൻസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി മൂടി വെച്ച് വെള്ളം നല്ലൊരു തിള വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരി കഴുകിയത് ഇട്ട് കൊടുക്കാം. ഞാൻ 1 കിലോ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അരി കഴുകിയിട്ട് കൊടുത്തതിന് ശേഷം ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഒരു കൈപ്പിടിയോളം മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ചോറ് ഇതുപോലെ ഒരു 1/4 ഭാഗത്തോളം വെന്ത് വെള്ളമൊക്കെ ഒരു 1/4 ഭാഗത്തോളം വറ്റി വന്ന് കഴിയുമ്പോൾ നമുക്ക് തീ നല്ലപോലെ കുറച്ച് വെക്കണം. ശേഷം ചോറ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയത് കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഉണ്ടല്ലോ, അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യമെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കട്ടോ. എന്നിട്ട് മൂടി വെച്ച് കനലിൽ നമുക്കിത് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതാ നമ്മുടെ ചോറ് അടുപ്പിൽ നിന്നൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, നമുക്ക് ചോറൊക്കെ പാകത്തെ വേവായിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല രുചിയുള്ളൊരു ചോറാണ് കേട്ടോ ഇത്. ആ ബിരിയാണിയുടെ എസൻസൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിത് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെയാണ്. ഈ ഒരു ചോറ് വെറുതെ കഴിക്കാൻ പോലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്കിത് ഏതൊരു മസാലേൻ്റെ കൂടെയും കഴിക്കാം. ചിക്കനോ മട്ടനോ ബീഫോ ഏതൊരു മസാലേൻ്റെ കൂടെയും നമുക്കിത് കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ്റെ മസാലയാണ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.